ആണ് ഒരാൾ പിന്മാറ്റത്തിലോട്ട് പോകുന്നത്. ഇന്ന് നമ്മുടെ ആത്മീയ ഗോളത്തിൽ തന്നെ എത്രയോ പേര് പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട്. അവരെ ഓർത്ത് നമുക്ക് കരയാം, നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, പിന്മാറ്റത്തിലോട്ട് ഒരാൾ പോകുക എന്ന് പറയുന്നത് ഒറ്റയടിക്ക് അങ്ങ് സംഭവിക്കുന്ന കാര്യമല്ല, ഗ്രാജുവലി സംഭവിക്കത്തുള്ളൂ അല്ലേ. ക്രമേണയാണ് ഒരു പല പല കാരണങ്ങളായിരിക്കും അവർക്കുണ്ടാകുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ എന്തോ ചെയ്യണം? ദൈവമേ, നീ എന്നോട് പറഞ്ഞ വചനങ്ങളെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നു, അങ്ങയുടെ ഡിറക്ഷൻ അനുസരിച്ച് കർത്താവിൻ്റെ വചനത്തിൻ്റെ ആമേൻ സ്തോത്രം അത് നയിക്കുന്നതിനനുസരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് നാം തീരുമാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഒപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പത്രോസ് എന്ത് ചെയ്തു? അകലം വിട്ട് പിഞ്ചെന്നു എന്നാണ് വായിക്കുന്നത്. അങ്ങനെ പോയപ്പോൾ എന്ത് ചെയ്തു? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശത്രുക്കളുടെ കൂട്ടത്തിൽ അവൻ ചെന്ന് ചേരുകയും അവിടെ പോയി ഇരിക്കുകയും ചെയ്തു. ഇനി 55-ാം വാക്യം ഒന്ന് വായിച്ചേ. ഏതാ? ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 55 ഒന്ന് വായിച്ചേ. ആരുടെ ഇടയിലായിരുന്നേ? ആരുടെ ഇടയില പത്രോസ് പോയിരുന്നേ? യേശുവിനെ ക്രൂശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശത്രുക്കളുടെ കൂടെ പോയിട്ട് അവൻ എന്ത് ചെയ്തു? ഇരുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? അകലം വിട്ട് പതുക്കെ ഒന്ന് നടന്നു അല്ലേ. യേശു ക്രിസ്തുവിന് ഇച്ചിരി ഒന്ന് അകലം വിട്ട് ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് പതുക്കെ നടന്നു. അപ്പോഴൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പോയി ഇരുന്ന എവിടാ? യേശു ക്രിസ്തുവിൻ്റെ ശത്രുക്കളാകുന്ന, എനിമീസ് ആകുന്ന, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കൊല്ലണമെന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് ചെന്ന് അവനങ്ങ് ഇരുന്നു. എന്നിട്ട് അവരെന്താ ചെയ്തു? അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുക? നിങ്ങൾ വിടില്ലേ? അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുക? തീ കാഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ വിറകൊക്കെ പെറുക്കി കൂട്ടിയിട്ട് അവർ തീ കത്തിച്ചിട്ട്, തണുപ്പുള്ള സമയമായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ അവർ ഇച്ചിരി തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇവൻ കൂടെ ചെന്നിരുന്ന ഉടനെ അവർ 3 പ്രാവശ്യം അവനോട് 3 പേര് ചോദിച്ചു, എന്താ എടാ നീയും ആ കൂട്ടത്തിൽ? നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്, നിന്നെ ഞാൻ അവിടെ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന, യേശുവിൻ്റെ കൂടെ നടക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ, നീ ആ കൂട്ടത്തിലുള്ളവനല്ലേന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്താ പറഞ്ഞു? ഞാനവനെ അറിയുന്നേ ഇല്ല. 3 പ്രാവശ്യം അവൻ എന്ത് ചെയ്തു? കർത്താവിനെ തള്ളി പറഞ്ഞു. എന്തുകൊണ്ട് അവിടെ സംഭവിച്ചെന്നറിയാമോ? ആദ്യത്തെ പ്രാവശ്യം നമ്മൾ വായിക്കുന്നത് 54-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ അകലം വിട്ട് പിഞ്ചെന്നു. ഏറ്റവും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നറിയാമോ? അവരെ കൂട്ടത്തിൽ അവൻ ഇരുന്നു. നമ്മൾ പോലും അറിയാതെ കർത്താവുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താലുണ്ടല്ലോ, നമ്മൾ പോലും അറിയാതെ ചില സ്ഥലത്ത് പോയി നമ്മൾ ഇരിക്കേണ്ടി വരും. അറിയാതിരുന്ന് പോകുന്നതാ. പക്ഷേ പിന്നെ സംഭവിക്കുന്നത് എന്താ? യേശു ക്രിസ്തുവിനെ, അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ വരെ അവൻ എന്ത് ചെയ്യേണ്ടി വന്നു? തള്ളിപ്പറയേണ്ടതായിട്ട് വന്നു. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നാം കർത്താവിൽ ആശ്രയിക്കുകയും ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഡിറക്ഷൻ അനുസരിച്ച്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചനയ്ക്ക് അനുസരിച്ച് നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുകയും ചെയ്താൽ നമ്മൾ പോകണ്ടാത്ത സ്ഥലത്തൊന്നും നമ്മൾ പോകത്തില്ല. കർത്താവിൻ്റെ വചനം നമ്മളെ ഉപദേശിക്കും. നീ ഇന്ന സ്ഥലത്ത് പോകരുത്, ഇന്ന കാര്യം ചെയ്യരുത്, ഇന്ന കാര്യം പറയരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും എന്ത് ചെയ്യും? നമ്മുടെ അന്തരാത്മാവിൽ അത് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. നീ ചെയ്യേണ്ടത് എന്താണ്, ചെയ്യേണ്ടാത്തത് എന്താണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇനി 2-ാമത്തെ വാക്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് നമുക്ക് ലഭിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നമുക്ക് ലഭിക്കണമെങ്കിൽ, ഒന്നാമതായി നമ്മൾ കണ്ടെന്താണ്? We must be directed by the word of God. We must be directed by the word of God. Secondly, we must be delighted with the word of God. We must be delighted with the word of God. എന്താണ് അവിടെ വായിക്കുന്നത്? 2-ാമത്തെ വാക്യം വായിച്ചേ. But his delight is in the law of the Lord, and in his law he meditates day and night. രാത്രിയും പകലും ഒരുപോലെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് ചെയ്യുക? സന്തോഷിക്കുക അല്ലേ. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ഉണ്ടാകണമെങ്കിൽ, നമുക്ക് ദൈവം അനുഗ്രഹങ്ങളെ തരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് ചെയ്യുക? ഡിലൈറ്റഡ് ആകുക, സന്തോഷിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ദുഃഖമാണോ ഉണ്ടാകാറ്, സന്തോഷമാണോ ഉണ്ടാകാറ്? സന്തോഷം അല്ലേ.
ഹൃദയത്തെ തട്ടി തന്നെ പറയണേ. എന്താണെന്നറിയോ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവവചനം വായിക്കുമ്പോൾ ചില വാക്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദുഃഖം തോന്നും അല്ലേ. ചില വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ചില പോർഷൻസൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഇങ്ങനായിരുന്നോ, ഞാൻ തെറ്റ് ചെയ്യുന്നതാണത് പറയുന്നത്, ഞാൻ പാപം ചെയ്യുന്നതാണല്ലോ പറയുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വാക്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. എന്നാൽ അതേസമയം തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വാക്യം പോലും നമ്മളെ ദുഃഖിപ്പിക്കുന്നതല്ല. ഇനി ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അല്ലേ, എവിടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നതെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമാണ്, അവിടെ സന്തോഷിക്കാൻ കഴിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചിരിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ വചനത്തെ ധ്യാനിക്കണം. വെറുതെ വായിക്കുകയല്ല, ധ്യാനിക്കണം. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? ഒരുമിച്ച് കൊണ്ടുപോകണം. നിങ്ങൾ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിച്ച്. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 8. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 8. നീ എന്ത് ചെയ്യണം? രാവും പകലും ഈ ദൈവത്തിൻ്റെ വചനത്തെ, അത് ഈസി ആയിട്ടുള്ള കാര്യമാണോ? രാത്രിയും പകലും എല്ലാം ഈ വചനം വായിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. ജോലിയൊക്കെ ഉള്ളതാണ്, നിങ്ങൾ പറയും ജോലിയൊക്കെ ഉള്ളതാണ്, പകലും ഞങ്ങൾക്ക് ജോലിയാണ്, രാത്രിയും ജോലി, എല്ലാം ശരിയാണ്. ഇനി അതേസമയം എപ്പോഴും ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കണം എന്നല്ല, ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കണം, അത് ചെയ്യണം. എന്നാലും നമ്മുടെ അകത്തെന്തോ വേണം? ഈ ദൈവത്തിൻ്റെ വചനത്തോടുള്ള ഒരടുപ്പം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തോടുള്ള കണക്ഷൻ നമുക്കുണ്ടായിരിക്കണം. മാത്രമല്ല ആ ദൈവത്തിൻ്റെ വചനത്തോട് കണക്ഷൻ ഉണ്ടെങ്കിലുണ്ടല്ലോ, നാം അറിയാതെ വീണ്ടും വീണ്ടും കിട്ടുന്ന അവസരത്തിലൊക്കെ അത് എന്തു ചെയ്യും? ധ്യാനിക്കും, മെഡിറ്റേറ്റ് ചെയ്യും. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് എപ്പോഴും നമ്മുടെ വായിലതുണ്ടെങ്കിൽ, എപ്പോഴും നമ്മുടെ മനസ്സിലത് കിടപ്പുണ്ടെങ്കിൽ, അത് ആവശ്യാനുസരണം തക്ക സമയത്ത് ഇത് പുറത്തോട്ട് വരും. ഓക്കെ, ദൈവത്തിൻ്റെ വചനം ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ അകത്ത് ദൈവത്തിൻ്റെ വചനമുണ്ട്. അവരുടെ വായിലും ദൈവത്തിൻ്റെ വചനം കാണും. അത് അവർ സംസാരിക്കുമ്പോൾ പുറത്തോട്ട് വരും. ഒരാളുടെ സംസാരം കേട്ടാൽ അറിയാം ഈ വ്യക്തിയുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ടോ, യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടതാണോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ആ വ്യക്തിയുടെ അകത്തുണ്ടോ എന്നുള്ളത് ഒരാൾ സംസാരിക്കുമ്പോൾ അറിയാം. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഓർത്തോണം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്ത് നമ്മൾ നിറച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത യാതൊന്നും നമ്മൾ സംസാരിക്കത്തില്ല. അപ്പം ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ പറയുന്നു, സന്തോഷിക്കണമെങ്കിൽ ഇഫ് യു വാണ്ട് ടു ബി ഡിലൈറ്റഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് യു വിൽ ഹാവ് ടു മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ചുമ്മാതെ സന്തോഷിക്കാനൊക്കത്തില്ല, മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് സന്തോഷിക്കുന്നത് അല്ലേ. ഈ ലാസർ മാത്യു എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ, ഒരു പാസ്റ്റർ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലാസർ മാത്യു. അദ്ദേഹം പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഒരു കുഞ്ഞമ്മയുടെ ഒരു ലെറ്റർ, താൻ ഭർത്താവ് അയച്ച ലെറ്ററിൻ്റെ കാര്യമൊക്കെ പറയുന്ന ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. എന്നറിയാമോ, കുറേ നാളായിട്ട് ഭർത്താവ് ഗൾഫിലായിരുന്നു, വിദേശത്തായിരുന്നു. എന്നാൽ ഈ ഭാര്യ കുറേ നാളായിട്ട് ഈ ഭർത്താവിനെ കാത്തിരിക്കുകയാണ്, പക്ഷേ വരുന്നില്ല. കുറേ നാൾക്ക് ശേഷം എപ്പോഴും പറയും വരാം വരാം വരാം. ഏറ്റവും ഒടുവിൽ പുള്ളി ഒരു ലെറ്റർ എഴുതി, കുഞ്ഞമ്മേ ഞാൻ ഏപ്രിൽ 16 അവിടെ എത്തും. അപ്പോൾ ഈ പുള്ളിക്കാരി അമ്മായിമ്മയുടെ ഭയങ്കര പോരാട്ടത്തിലൂടെ പോകുവാണ്. അമ്മായിമ്മ ശരിക്കും മരുമോളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരി ആകെപ്പാടെ വിഷമിച്ച്, കുഞ്ഞമ്മ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ലെറ്റർ കിട്ടി. ഈ പുള്ളിക്കാരി എപ്പോഴെങ്കിലും അമ്മായിമ്മ മരുമോളെ വേദനിപ്പിച്ചാൽ ഉടനെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ലെറ്റർ അവിടുന്ന് എടുത്തേച്ച് ഇതിങ്ങനെ വായിക്കും. അന്നേരം അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്താ? ഏപ്രിൽ 16 ഞാൻ വന്ന് നിന്നെയും കൂടെ കൊണ്ടുപോകും. ഈ ലെറ്റർ വായിക്കും തോറും കുഞ്ഞമ്മയ്ക്ക് സന്തോഷമാണ്. അമ്മായിമ്മ എന്തെങ്കിലും കുറ്റം പറഞ്ഞാലും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കും. അമ്മായിമ്മ കുറ്റം പറയുമ്പോൾ ഈ കുഞ്ഞമ്മ എന്ത് ചെയ്യും? അവരുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. എന്താ കാരണം? എൻ്റെ കയ്യിൽ ലെറ്റർ ഇരിപ്പുണ്ട്, എന്തെന്നറിയാമോ, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ സമയമായി, ഇന്ന ദിവസം ഞാൻ വരും, ഞാൻ നിന്നെ കൊണ്ടുപോകും. അപ്പം ആ ഒരു ചിന്ത അവളുടെ മനസ്സിൽ കിടക്കും തോറും അവൾക്ക് എന്താണ്?
അപ്പം ഇവളെന്ത് ചെയ്തു? ഈ ലെറ്റർ ചുമ്മാ ഒന്ന് വായിച്ചു വിടുകയല്ല ചെയ്ത്, ഇടയ്ക്കിടത്ത് എന്ത് ചെയ്യും? ഇത് വായിച്ചൊന്ന് ധ്യാനിക്കും. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താ? ഞാൻ വരും, നിന്നെ കൊണ്ടുപോകും, ഞാൻ വരും, നിന്നെ കൊണ്ടുപോകും. ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുക. എല്ലാം നോക്കി 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 അവൾ സന്തോഷിക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനമാകുന്ന ഈ ലെറ്റർ വായിക്കുമ്പോൾ എന്തോ വേണം? ഒരു സന്തോഷമുണ്ടാകണം. സന്തോഷമുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ധ്യാനിക്കണം. ഒറ്റ പ്രാവശ്യം വായിച്ചങ്ങ് വിടുകയല്ല, ആ വായിച്ച വചനത്തെ ധ്യാനിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് നാം ഇരിക്കുമ്പോൾ നമ്മുടെ അകത്ത് എന്ത് സംഭവിക്കും? ഒരു സന്തോഷം സംഭവിക്കും. അതാണ് നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നത്. അടുത്ത ഒരു ചിന്തയിലേക്ക് നമുക്ക് പോകാം. ഹൗ ഡു വി റിലേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ടു അവർ ലൈഫ്? ഹൗ ഡു വി റിലേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ടു അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റും? എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ഗുണം എന്താണെന്നോ അതിൻ്റെ പ്രയോജനം എന്താണെന്നോ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല. കർത്താവിൻ്റെ വചനം നമ്മൾ ഞായറാഴ്ച എന്ത് ചെയ്യും? ബൈബിളൊക്കെ എടുത്ത് ആരാധനയ്ക്ക് പോകും. അതൊരു നല്ല കാര്യമാണ്. ഞായറാഴ്ച മാത്രമേ എടുത്തുകൊണ്ട് പോകത്തുള്ളൂ. ബാക്കി ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കീപ്പ് ചെയ്തിരിക്കുകയാണ്. വീട്ടിൽ സുരക്ഷിതമായി കീപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ പണ്ടൊക്കെ ബൈബിളൊന്നും എല്ലാവരുടെയും ഭവനങ്ങളിൽ ഇല്ലായിരുന്നു. ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരു ബൈബിളൊക്കെ ഉള്ള സമയം ഉണ്ടായിരുന്നു. ഒരു ബൈബിൾ പോലും വീട്ടിലില്ലാത്ത സമയം ഉണ്ടായിരുന്നു. അവൈലബിൾ അല്ലായിരുന്നു പണ്ടൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ അവരെ കിട്ടിയ ബൈബിൾ, ഇപ്പം ഈ കാത്തലിക്സിൻ്റെ ഒക്കെ ചരിത്രം നമ്മൾ പഠിച്ചു വരുമ്പോൾ അവർ ബൈബിള് വീട്ടിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വായിക്കാനുള്ള പെർമിഷനൊന്നും പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു സിറ്റുവേഷൻ. പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിലെല്ലാം 1, 2, 3 ബൈബിളുകൾ വെച്ച് ഓരോരുത്തർക്കും ഓരോ വീട്ടിലുണ്ട്, അല്ലേ? വീട്ടിൽ എത്ര ബൈബിളുണ്ടെങ്കിലും എത്ര പേരുണ്ട് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നവർ? എത്ര പേരുണ്ട് എല്ലാ ദിവസവും ബൈബിൾ ഒന്ന് ഓപ്പൺ ചെയ്ത് വായിക്കുന്നത്, അല്ലെ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നത് എത്ര പേരുണ്ട്? സമയമില്ലെന്നുള്ള സത്യമാണ്, ജോലിയും തിരക്കും ഒക്കെ ഉണ്ട്. എന്നാലും അതിൻ്റെ നടുവിലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ കർത്താവിൻ്റെ വചനം ഒരു പോർഷനൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. സമയമില്ലെങ്കിലും നമ്മൾ സമയം ഉണ്ടാക്കി അത് ചെയ്യണം. വചനധ്യാനം നമ്മുടെ ഏറ്റവും ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭമാണ്. അപ്പം ആ വചനത്തെ നമ്മൾ ധ്യാനിക്കും തോറും ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ ബൈബിൾ നമ്മുടെ കയ്യിലുണ്ട്. ഏത് വേർഷൻ വേണം, ഏത് ട്രാൻസ്ലേഷൻ വേണം, ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ വിരൽത്തുമ്പിലുണ്ട്, അല്ലേ? ഏതാ മൊബൈലിനകത്ത് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ വേർഷൻസ് വേണോ, ഏതൊക്കെ ട്രാൻസ്ലേഷൻ വേണോ, ഇതെല്ലാം അതിനകത്ത് കിട്ടും. ബുക്കൊന്നും മേടിക്കാൻ പോകേണ്ട ആവശ്യമേ ഇല്ല ഇപ്പം. എന്നാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഇതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കത്തില്ല, വായിക്കത്തില്ല. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ആൻറ്റിമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ അകത്ത് ഈ വചനം എന്ത് ചെയ്യണം? കയറണം. ഇത് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ധ്യാനിക്കണം, അല്ലേ? ധ്യാനിച്ച് നമ്മുടെ അകത്ത് അത് ഫിക്സ് ചെയ്യണം. അപ്പം ഹൗ ഡു വി റിലേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ടു അവർ ലൈഫ്? എങ്ങനെയാണ് നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് ബന്ധപ്പെടുത്തുവാൻ സാധിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് അത് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നത്? വായിക്കാം. സാം നമ്പർ 119 വേഴ്സ് 103. 119-ാം സങ്കീർത്തനത്തിൻ്റെ 103-ാമത്തെ വാക്യം വായിക്കും. 119-ാം സങ്കീർത്തനം 103-ാമത്തെ വാക്യം. തിരുവചനം എൻ്റെ അണ്ണാക്കിനെത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ അവിടെ എന്തായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്? മധുരമുള്ള തേനായിട്ട്, അല്ലേ? മധുരമുള്ള തേനായിട്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഇത് ആഹാരമാണ്. ഏത്? ദൈവത്തിൻ്റെ വചനം എന്താണ്? ഈ 1-ാം സങ്കീർത്തനത്തിൽ അതല്ലേ പറയുന്നത്? എന്തുവാ? ദുഷ്ടന്മാരെ ആരാധനപ്രകാരം നടക്കുക എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം, ന്യായപ്രമാണത്തെ ധ്യാനിക്കണം എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ പറയാൻ കാരണം ദൈവത്തിൻ്റെ വചനം എന്താണ്? ഒരു ആഹാരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഭക്ഷണമാണ്. ദൈവത്തിൻ്റെ വചനം ഫുഡാണ്. ഫുഡ് നമ്മൾ എത്ര നേരം കഴിക്കും ഒരു ദിവസം? ഒരു ദിവസം നമ്മൾ എത്ര ആഹാരം കഴിക്കും? എത്ര മീൽസ് ഉണ്ട് നമുക്ക്? 3, സംടൈംസ് 4 ഉണ്ട്, സംടൈംസ് 6 ഉണ്ട്. ഓക്കെ, മിക്കവാറും നമ്മൾ മിനിമം നമ്മൾ 3 ഉണ്ട്, അല്ലേ? ചില ആൾക്കാർക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കും. അവർ എന്ത് ചെയ്യും? ഒരെണ്ണം പതുക്കെ സ്കിപ്പ് ചെയ്യും. ചിലപ്പോൾ രാത്രി കഴിക്കത്തില്ല, അല്ലെ രാവിലെ കഴിക്കത്തില്ല, അതൊക്കെ ഉണ്ട്. എന്നാലും ഒരു 2-3 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു ദിവസം ആഹാരം
കഴിക്കുക. ഇനി എത്രയൊക്കെ ആഹാരം കഴിച്ചാൽ 4 മണിക്കൊരു ചായ വേണം, അല്ലെ കാപ്പി വേണം, അല്ലേ, പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കണം, പിന്നെ വൈകിട്ട് എന്തെങ്കിലും കഴിക്കണം. അപ്പം ഇങ്ങനെ ഒരു റൊട്ടീൻ നമുക്ക് എവിടെയുണ്ട്? നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്, അല്ലേ? ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് എന്തിനാ? നമുക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടി. ഇപ്പം നമ്മൾ ആരോഗ്യം കിട്ടാൻ വേണ്ടിയല്ല കഴിക്കുന്നത്, പിന്നെ കഴിക്കാതിരിക്കുക എന്തിനു വേണ്ടി? ഓവറായിപ്പോയി, കഴിച്ചതൊക്കെ ഓവറായിപ്പോയി. അപ്പോൾ അതൊന്ന് ഒന്ന് എന്താ പറയുക, മാറ്റിക്കളയാൻ വേണ്ടി, അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആഹാരം, പണ്ട് കാലത്തൊക്കെ ആഹാരം ഇല്ലായിരുന്നു കഴിക്കാൻ. ഇന്ന് നമുക്ക് എന്തുണ്ട്? ഇഷ്ടംപോലെ ആഹാരം കഴിക്കാനുള്ള സാഹചര്യമൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യും? കഴിക്കാതിരിക്കാനാണ് നോക്കുന്നത് ഇപ്പോൾ. പക്ഷെ വചനത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. എന്തെന്നറിയാമോ? വചനം എന്ന് പറയുന്നത് ആത്മീക ആഹാരമാണ്. ആത്മീക ആഹാരമാണ്. നമുക്ക് ഒരല്പം ക്ഷീണം തോന്നിയാൽ, നമ്മുടെ ശരീരത്തിൽ അല്പം ക്ഷീണം തോന്നിയാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മളത് ബലപ്പെടാൻ നോക്കും, അല്ലേ? ഇച്ചിരി ബൂസ്റ്റോ അല്ലെ ഹോർലിക്സൊക്കെ. ഇവിടെയൊക്കെ ബൂസ്റ്റ് ഹോർലിക്സ് ഒന്നും ഇല്ലായിരിക്കും, അല്ലെ? ഇച്ചിരി പ്രോട്ടീൻ തരുന്ന എന്തെങ്കിലും സാധനം, അല്ലെങ്കിൽ നന്നായിട്ട് നമുക്കൊന്ന് ഫ്രഷപ്പ് ആകാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സോ ഒക്കെ കുടിച്ച് നമ്മൾ എന്ത് ചെയ്യും? അത് മാനേജ് ചെയ്യും, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളത് ഈ പറയപ്പെടുന്ന ബൂസ്റ്റോ ഹോർലിക്സോ ഒന്നുമല്ല. അകത്തൊരു മനുഷ്യനുണ്ട്, ആത്മീക മനുഷ്യനുണ്ട്. നമുക്ക് ആ ആത്മീക മനുഷ്യനെ പോഷിപ്പിക്കാൻ നമുക്ക് വേറൊരു വഴിയുമില്ല. ഈ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുക? ധ്യാനിക്കുക, വായിക്കുക, ധ്യാനിക്കുക. അതിൽ സന്തോഷിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യന് എന്ത് കിട്ടി? ഒരു സന്തോഷം കിട്ടി, അല്ലേ? നമ്മുടെ ശരീരത്തിന്, ഈ ഫിസിക്കൽ ബോഡിക്ക് നമുക്ക് എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഒരു പരിധി വരെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ അത് വീക്കായിട്ട് മാറത്തുള്ളൂ. പക്ഷേ ആത്മീക മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യണം? പോഷിപ്പിക്കണം. അതിനകത്ത് ദൈവത്തിൻ്റെ വചനം എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അപ്പോൾ ഒന്നാമതായിട്ട്, ഹൗ ഡു വി റിലേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ടു അവർ ലൈഫ്? ബിക്കോസ് വി ആർ സപ്പോസ് ടു റിലേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ടു അവർ ലൈഫ് ജസ്റ്റ് ലൈക്ക് എ ഫുഡ്. ആഹാരം എന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ അകത്തേക്ക് എടുക്കുക. രണ്ടാമതായിട്ട്, ഓക്കെ, അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിക്കുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. സാത്താൻ പരീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, പുള്ളി എന്താ പറഞ്ഞു? ഈ കിടക്കുന്ന കല്ലൊക്കെ അപ്പമാകാൻ നീ ഒന്ന് കൽപ്പിച്ച പോരെ, നീ 40 ദിവസം ഉപവാസമൊക്കെ എടുത്തിട്ട് വന്നതല്ലേ. പെട്ടെന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ല് മുഴുവൻ അപ്പമായി തീരും, നിനക്ക് ഭക്ഷിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞ ഉടനെ കർത്താവ് എന്താ മറുപടി പറഞ്ഞേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന, എവിടെയാണ് കിടക്കുന്നറിയോ? മാത്യു ചാപ്റ്റർ 4:4 കിടക്കുന്നത്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ കാണുന്നതാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അപ്പം കൊണ്ട് മാത്രമല്ല, ആഹാരം കൊണ്ട് മാത്രമല്ല, സ്വർഗത്തിൽ നിന്നും പിതാവിങ്കിൽ നിന്നും വരുന്ന ആ വചനം കൊണ്ടും ഭക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു ആത്മീക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വേണം. ഏത് രണ്ടും വേണം? നമ്മൾ ഈ ഉപവാസം എടുക്കുന്ന സമയത്ത് ആഹാരം എന്ത് ചെയ്യും? ഉപേക്ഷിക്കും, അല്ലേ? ഈ ഉപവാസം എടുക്കുന്ന സമയത്ത് ആഹാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാലും നമുക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടാകത്തില്ല. എന്താ കാര്യം എന്നറിയോ? നമ്മൾ ആത്മീക ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലേ? നമ്മൾ ആത്മീക ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭൗതിക ഭക്ഷണം കിട്ടിയില്ലേലും നമുക്കൊരു കുഴപ്പമില്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ഉപവാസം ഇല്ലാതെ ജീവിക്കുന്ന സമയത്ത് ഒരു നേരം നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലോ നമ്മുടെ ഷുഗർ ഡൗൺ ആകുന്നെന്നോ കൂടുന്നെന്നോ കുറയുന്നെന്നോ എന്തെല്ലാം പ്രശ്നങ്ങളാണ്, എന്തൊക്കെയോ കഴിക്കണം എന്നൊരു ആഗ്രഹം. പക്ഷെ ഉപവാസം എടുക്കുമ്പോൾ എന്താ അങ്ങനെ സംഭവിക്കാത്തേ? ഈ 21 ദിവസമൊക്കെ ഞങ്ങൾ ഉപവാസം എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. 21 ദിവസമൊക്കെ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 2-3 ദിവസം ഇച്ചിരി സ്ട്രഗിളാണ്. ആദ്യത്തെ 3 ദിവസം സ്ട്രഗിളാണ്. പിന്നെ ആ റൊട്ടീനായി, പിന്നെ കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 21 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ അങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ ആ സ്ട്രഗിളിനെ അതിജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ കണക്ഷൻ മുഴുവൻ എവിടെ കിടക്കുന്നത്? കർത്താവുമായിട്ടാണ്. ഹല്ലേലൂയ. കർത്താവുമായിട്ടുള്ള ആ കണക്ഷൻ നമ്മൾ കീപ്പപ്പ് ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ഇവിടുത്തെ ഭക്ഷണം പോലും നമ്മൾ കഴിക്കാൻ മറന്നു പോകും. നമുക്ക് വേണ്ടാന്നൊക്കെ നമ്മൾ വെക്കുവാണ്. കാരണം അത്രയ്ക്കാണ് ആത്മീക ആഹാരം നമ്മുടെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ അകത്ത് ഈ ആഹാരം മേടിക്കണം. കർത്താവ് പറഞ്ഞതുപോലെ മനുഷ്യൻ ജീവിക്കുന്നത് ഈ ലോകത്തിലെ ആഹാരങ്ങൾ കൊണ്ട് മാത്രമല്ല, പിന്നെ എന്താണ്? സ്വർഗത്തിൽ നിന്ന് വരുന്ന
ദൈവത്തിൻ്റെ വചനത്താൽ. അതാണ് ഈ ബൈബിളിൽ ഒന്നാമത്തെ സങ്കീർത്തനം 1-ന്റെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വചനത്തെ നാം എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കണമെന്ന്. കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സാധനം കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. അപ്പോൾ അന്വേഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം തുറന്നു വെച്ചിട്ട് വായിക്കണം. വായിക്കുമ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ധ്യാനിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. വായിച്ചു കഴിയുമ്പോൾ ഇത് അകത്തോട്ട് കയറുമ്പോൾ ആന്തരിക മനുഷ്യൻ എന്തുണ്ടാകും? സന്തോഷം ഉണ്ടാകും. പെട്ടെന്ന് പോട്ടെ. ഇനി അടുത്തത് ഉറക്കത്തെക്കുറിച്ചുള്ള ബന്ധത്തിലാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. 2-ാമത്തെ കാര്യം സ്ലീപ്പ്. ഒന്നാമത്തേത് ഫുഡാണ്, 2-ാമത്തേത് സ്ലീപ്പ്. വാക്യം വായിക്കാം. 119-ാം സങ്കീർത്തനം 147-ഉം 148-ഉം. 119 verses 147 and 148. തിരുവചനങ്ങളെ ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണെന്ത് ചെയ്യുന്നു? യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വാക്യം. അപ്പം ഈ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മളെ ജീവിപ്പിക്കേണ്ടതിനായിട്ട് രാത്രികാലങ്ങളിൽ ഉറങ്ങുന്ന സമയത്ത് പോലും ഞാൻ എന്ത് ചെയ്യുക? യാമങ്ങളെ നോക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ വചനങ്ങൾ ധ്യാനിക്കേണ്ടതിന്. അത്രയ്ക്കും ആഗ്രഹമാണ്. ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചാൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചിട്ട് കിടക്കുന്നവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഒത്തിരി ആങ്സൈറ്റീസും അതും ഇതുമൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കയറി ഒത്തിരി പ്രയാസങ്ങളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, അയ്യോ എന്നെക്കൊണ്ട് ഉറങ്ങാനൊക്കുന്നില്ലെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ കിടന്നുറങ്ങിയാൽ ഉറക്കം നടക്കത്തില്ല. എന്നാൽ അതേസമയം അത്രയും ആങ്സൈറ്റി ഉണ്ടെങ്കിലും അത്രയും വിചാരത്തിലൂടെ ആകുലതയിലൂടെ നമ്മൾ പോവുകയാണെങ്കിലും ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ട് കിടന്നാലുണ്ടല്ലോ അന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. കാരണം ഈ വചനത്തിനകത്ത് നമ്മോട് ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. അത് നമ്മൾ പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കും. 3-ാമത്തെ കാര്യം പെട്ടെന്ന് പറയട്ടെ, വെൽത്താണ്, സമ്പത്ത്. ദ തേർഡ് തിങ് ഈസ് വെൽത്ത്. നമ്മുടെ സമ്പത്ത് എന്താ? വചനത്തിൻ്റെ പ്രത്യേകതയാണ്, ഇത് സമ്പത്താണ് നമുക്ക്. വായിച്ചേ 119, സാം നമ്പർ 119 വേഴ്സ് 14 എന്ന് ആദ്യം വായിച്ചേ. 14-ാം വാക്യം ഒന്ന് വായിച്ചേ. മതി. ഇനി 162-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അതേ സങ്കീർത്തനം 162-ാം വാക്യം, 162. ഓക്കെ. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ വചനം? എന്താണ് നമ്മൾ വായിക്കുന്തോറും? ഇത് സമ്പത്താണ്, വെൽത്താണ്. ലോകത്തിൽ എന്ത് സമ്പത്ത് നമുക്ക് കിട്ടിയാലും ഇവിടെ വായിക്കും 162-ാം വാക്യത്തിൽ വരുന്നത്, കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ ആനന്ദിക്കുന്നതാണ്. കൊള്ള കണ്ടു കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്തെങ്കിലും ആയിരിക്കാം. ഒത്തിരി ഭയങ്കര വിലപിടിപ്പുള്ള ഒരു സാധനം നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നമ്മൾ കൊള്ളയടിക്കാൻ ആൾക്കാരുടെ രാജ്യം എന്താ പറയുന്നത് ഈ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ പോകുമ്പോൾ അവിടെ നിന്ന് അവർക്ക് കിട്ടുന്നതായിരിക്കുന്ന സമ്പത്ത്, അതിൻ്റെ വലിപ്പം ഭയങ്കരമായിരിക്കും. അത്രയും സാധനം എനിക്ക് കണ്ടുകിട്ടി, ഞാൻ കൊള്ള കണ്ടുകിട്ടിയവനായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആനന്ദം, ആ സന്തോഷത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ വചനം എന്താണ്? ഒരു സമ്പത്തിന് തുല്യമാണ്. ആ സമ്പത്ത് നമ്മൾ മേടിക്കുന്നത് പറയുന്ന ലോകത്തിലെ വെള്ളി പൊന്നിനേക്കാളൊക്കെ ഏറ്റവും വില കൂടിയ രത്നങ്ങളെക്കാളൊക്കെ എന്താണ്? വില കൂടിയതാണ് ദൈവത്തിൻ്റെ വചനം. അത് സമ്പത്തായതുകൊണ്ട് നമ്മുടെ അകത്തോട്ട് നാം കയറ്റി കഴിയുമ്പോൾ നമുക്ക് ആനന്ദം കിട്ടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗം ഞാനവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ സങ്കീർത്തനത്തിൽ ദുഷ്ടന്മാരുടെ പ്രത്യേകതകളെക്കുറിച്ച് 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു വിടാം. ഓക്കെ. ദുഷ്ടന്മാരുടെ പ്രത്യേകതകളെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു വിടാം. 1-ാമത്തെ കാര്യം, അവൻ നടക്കുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം തന്നെയായിരിക്കും. ഓക്കെ. പെട്ടെന്ന് എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എഴുതിയെടുത്തും. അതെല്ലാം അതിനകത്ത് തന്നെ ഉള്ളതാണ് ഈ സങ്കീർത്തനത്തിൽ. ദുഷ്ടന്മാരുടെ പ്രത്യേകതകൾ. അവൻ നടക്കുന്നത് എങ്ങനെ ആയിരിക്കും? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരമായിരിക്കും. വേഴ്സ് 1-ലുണ്ട്. നിൽക്കുന്നത് പാപികളുടെ വഴിയിലായിരിക്കും. 3rd one, ഇരിക്കുന്നത് പരിഹാസികളുടെ ഇരിപ്പിടത്തിലായിരിക്കും. ഇനി 4-ാമത്തെ വാക്യത്തിലോട്ട് പോയാൽ അവിടെ കാണാൻ സാധിക്കുന്നത്, അവർ കാറ്റുപാറ്റുന്ന
പതിര് പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ വാക്യത്തിൽ ദ വിക്കഡ് ആർ നോട്ട് സോ ബട്ട് ദേ ആർ ലൈക്ക് ചാഫ് വിച്ച് ദ വിൻഡ് ഡ്രൈവ്സ് അവേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാറ്റു പാറ്റുന്ന പതിര് പോലെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാമോ? ദുഷ്ടന്മാരാരാണ്? ക്ഷണികരാണ്. അവർക്ക് അധികം നാൾ ജീവിക്കാൻ ഒക്കത്തില്ല, വിലയില്ലാത്തവരാണ്, ഒരു പതിരിന് തുല്യമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി, ജീവനില്ലാത്തതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഏറ്റവും ഒടുവിൽ ഈ പതിരിനെ എന്ത് ചെയ്യും? വിത്തുമുണ്ട് പതിരുമുണ്ട് അല്ലേ? വിത്തുമുണ്ട് പതിരുമുണ്ട്. വിത്തിനെ നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് പിന്നെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ മുളച്ചു വരും, ഒത്തിരി ഫലമുണ്ടാകും. എന്നാൽ പതിരിനെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഈ എന്താ പറയുക, എന്താ ഇങ്ങനെ ഈ മുറം വെച്ചിട്ട് ഇങ്ങനെ പാറ്റിക്കളയും അല്ലേ? ഈ മുറം വെച്ചിട്ട് ഇങ്ങനെ പാറ്റുന്ന സമയത്ത് ഈ വിത്ത് ഇങ്ങനെ, ഇപ്പം ഗോതമ്പാണെങ്കിലും നെല്ലാണെങ്കിലും അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മുറം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യും? പതിര് സെപ്പറേറ്റ് ആയിട്ട് പോകും. പതിര് സെപ്പറേറ്റ് ആയിട്ട് പോകും, വിത്ത് അവിടെ തന്നെ വീഴും. ഈ പതിരിനെ അവസാനം എന്ത് ചെയ്യും? കൊണ്ടുപോയി കത്തിച്ച് കളയാനേ പറ്റത്തുള്ളൂ. എന്നാൽ ഈ വിത്തിനെ എന്ത് ചെയ്യും? വീണ്ടും കൊണ്ടുപോയി കുഴിച്ചിടും. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും പതിരല്ല, വിത്താണ്. മനസ്സിലായോ? ദൈവത്തിൻ്റെ മക്കൾ ആരാണ്? പതിരല്ല, ചാഫല്ല, പിന്നെ വിത്താണ്. വിത്തിൻ്റെ പ്രത്യേകത അത് എവിടെ കൊണ്ട് നട്ടാലും എന്ത് ചെയ്യും? മുളച്ചു വരും, അത് പ്രയോജനപ്പെടും. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ട് കാര്യങ്ങളും കൂടെ. എന്തെന്നറിയാമോ? അപ്പോൾ ദുഷ്ടന്മാരാരാണ്? അവർ കാറ്റു പാറ്റുന്ന പതിര് പോലെയാണ്, അവർ പറന്നു പോകും. പാറിപ്പോകുന്ന പതിരിന് തുല്യമാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറയാൻ എനിക്ക് സമയമില്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ അവരുടെ അന്ത്യം എങ്ങനായിരിക്കും? അവരുടെ ഡെസ്റ്റിനി എന്തായിരിക്കും എന്നറിയാമോ? അവർ അന്ത്യന്യായവിധിയിലേക്കായിരിക്കും പോകുന്നത്. കാരണം ജീവിതത്തിൻ്റെ അവസാനം വരെ അവർ ദൈവത്തെ അറിയാതെ ജീവിക്കുന്നത് കൊണ്ട്, ദൈവഹിതപ്രകാരം ജീവിക്കാത്തത് കൊണ്ട് ഒരു പതിരാണ്. അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതും പറന്നു പോകുന്നതും ഒക്കെ എങ്ങോട്ടാണ്? തീക്കകത്തേക്കാണ്, അന്ത്യന്യായവിധിയിലേക്കാണ്. കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുന്ന when a person is directed by the word of God and when a person is delighted in the word of God, that person is not the chaff but that person is a grain. ഒരു ഗ്രെയിനാണ്, നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രെയിനായിട്ടാണ് കർത്താവ് നമ്മൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം, ദുഷ്ടന്മാരെന്ത് ചെയ്യുന്നു? നീതിമാന്മാരുടെ സഭയിൽ നിവർന്ന് നിൽക്കത്തില്ല. അഞ്ചാമത്തെ വാക്യത്തിലാണ്, വേഴ്സ് 5, therefore the wicked will not stand in the judgment, no sinners in the assembly of the righteous. എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാർ എന്ത് ചെയ്യത്തില്ല? ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവസഭയ്ക്കകത്ത് നിവർന്ന് നിൽക്കാൻ കഴിയുന്നത് ആർക്കാണ്? നീതിമാന്മാർക്കാണ്. ദുഷ്ടന്മാർക്ക് അവർക്ക് നീതിയോടെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ കാര്യം, ദുഷ്ടൻ്റെ വഴി നാശകരം ആകുന്നു. ദുഷ്ടൻ്റെ വഴി നാശകരമാകുന്നു. ഏത് വാക്യത്തിലാണ്? 6-ാം വാക്യത്തിൽ, വേഴ്സ് 6 അല്ലേ? ബട്ട് ദ വേ ഓഫ് ദ വിക്കഡ് വിൽ പെരിഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 6 കാര്യങ്ങൾ മനസ്സിലാക്കുക. ദുഷ്ടന്മാരുടെ പ്രത്യേകതകളാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ ഹിതത്തിനൊത്തവണ്ണം അങ്ങയുടെ വചനത്തെ അകത്ത് പ്രവേശിപ്പിച്ച് അതിനെ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്കൊരു വാക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദൈവത്തിൻ്റെ കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? സർവശക്തനെ, ഞങ്ങളെ സഹായിക്കണമേ. നമ്മൾ വായിച്ചതുപോലെ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം എന്താണ്? ഹൗ ക്യാൻ വി റിലേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ടു അവർ ലൈഫ്? ബിക്കോസ് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് അവർ ഫുഡ്. And during the time of our sleep or night time, that when we are meditating the word of God, we will be getting a deep sleep, because the word of God is expected to be delighted in the presence of God. ദൈവത്തിൻ്റെ വചനം നമ്മൾ എപ്പോഴും ഒരു ഡിലൈറ്റ് ആയിട്ട്, സന്തോഷിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് മെഡിറ്റേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇറ്റ്സ് എ വെൽത്ത്, ഒരു സമ്പത്താണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതമായിട്ട് എത്ര ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കർത്താവിൻ്റെ വചനം. ആ വചനത്തെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, അത് അകത്ത് പ്രവേശിച്ചുകൊണ്ട്, അത് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവരായി, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് നീതിമാന്മാരായി, ദൈവമക്കളായി മുൻപോട്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ ഈ കേൾക്കപ്പെട്ട വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പെട്ടെന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Thank you, Lord. Amen.